ശ്രീലീലയുടെ ഡാൻസ് ഒന്നൊന്നരായിരുന്നു. ഞാൻ മലയ്ക്കുവാൻ നിൽക്കുക ഒരു 3-4 ദിവസം കഴിയുമ്പോൾ. പക്ഷേ ആ ശ്രീലീലയുടെ ഡാൻസ് കണ്ടപ്പോൾ രോമാഞ്ചം കൊണ്ട് ഒന്നും പറയില്ലായിരുന്നു. അടിപൊളി ഒന്നൊന്നര സംഭവം. അല്ലു അർജുനൊക്കെ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ആ ക്ലൈമാക്സിൽ നമ്മളൊരു ഫൈറ്റ് ഉണ്ട്, അതൊരു ഒന്നൊന്നര സാധനം, ഒന്നും പറയാനില്ല. അത് മാത്രം മതി. പടം ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് ലോജിക്കൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കിഡിലാണ്, ഒരു രക്ഷയില്ല. ഫഹദ് ഫാസിലാണ് ഇതിനകത്ത് മിന്നിച്ചത്. ഭയങ്കര സ്കോർ ചെയ്തേക്കുന്ന ഫഹദ് ഫാസിലാണ്. അതുപോലെ തന്നെ അല്ലു അർജുനും ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് പടം ഫഹദ് ഫാസിലിൻ്റെ സീനങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പടം കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് ലോജിക്കൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ വിമർശിക്കുന്നില്ല, പക്ഷേ പടം അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അല്ലു അർജുൻ ഫാൻസിനെല്ലാം ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് പടം ചെയ്തേക്കുന്നത്. പക്ഷേ ലോജിക്ക് കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പുഷ്പ ഫസ്റ്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് വന്നിട്ടില്ല, ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത്. പിന്നെ ലെങ്ത്ത് കൂടിപ്പോയത് അത്ര മികച്ചൊരു കഥയായിരിക്കണം നമുക്ക് ലെങ്ത്ത് കൂടുമ്പോൾ. ബാഹുബലിയാണ് എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയത്, ലെങ്ത്ത് കൂടിയതിൽ. പക്ഷേ ഈ ഒരു ചിത്രം ഇത്രയും ലെങ്ത്ത് കൂടിയിട്ട് കണ്ടിറങ്ങുമ്പോൾ ആ ഒരു സംതൃപ്തി നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഫഹദ് ഫാസിലായാലും അല്ലു അർജുനായാലും രശ്മിക മന്ദാനായാലും ഓരോ കഥാപാത്രങ്ങളായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ഒരുപാട് പേരെ കഷ്ടപ്പാടാണ്. ആ ഒരു കഷ്ടപ്പാട് ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട്. ഓരോ ഫ്രെയിമുകളിലും ഈ ഒരു പടം വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ജയിക്കായിട്ട് തോന്നിയത് ഒരു തട്ടിക്കൂട്ട് പടം മാതിരി ഫീൽ ചെയ്തു. ഫസ്റ്റ് പാർട്ട് വരുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് വീക്കാണെങ്കിലും മേക്കിംഗ് നല്ല കിടുവായിരുന്നു. സുകുമാർ നന്നായിട്ട് പണിതിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു മാസ് മൊമെൻറ്റ്സും എല്ലാം നമുക്ക് ഫീൽ ചെയ്തു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ എന്തോ ഫുള്ളൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. കഥയായാലും ഒട്ടും ഇമ്പ്രസീവ് അല്ല, മേക്കിംഗ് ആയാലും എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സിങ് പോലെ. നമുക്ക് ആ ക്യാരക്ടേഴ്സും കഥയായാലും ഒട്ടും കണക്റ്റ് ആവില്ല. ഒരു KGF ലെവലാണ് പിടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സ് വരുമ്പോൾ കുറച്ച് റിച്ചായി ഒരു ഭയങ്കര വലിയ ക്യാൻവാസിലെടുത്തിരിക്കുന്ന പടമാണ്. പക്ഷെ ഒട്ടും കണക്ഷൻ കിട്ടില്ല നമുക്ക്. സെക്കൻഡ് പാർട്ടൊക്കെ ആയാലും ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ തന്നെ പടം തീർന്നു ശരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു പുതിയൊരു കഥ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ. കുറച്ച് ഫാമിലി ഡ്രാമയാക്കി മാറ്റാൻ ശ്രമിച്ചു കഥ. അതുകൊണ്ട് തന്നെ ആ കഥ കയ്യിൽ നിന്ന് പോയി ശരിക്കും. ലാസ്റ്റേക്ക് നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല. പടം 3.5 മണിക്കൂർ ഉണ്ടെങ്കിലും എഡിറ്റിങ്ങിൻ്റെ ആ വേഗത കൊണ്ട് പടം പെട്ടെന്ന് തീരും. പക്ഷെ എന്നാലും ആ ഒരു സ്റ്റാർട്ടിങ് എൻട്രി തന്നെ ഒരു മാസ് എൻട്രി ആയിരുന്നു. അതിനുശേഷം ഫഹദ് പിന്നെ പറയാനില്ല. എന്താ പറയുക, ഓരോ ക്യാരക്ടറും ഓരോ സിനിമയിലും ഫഹദ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അല്ലു, യു ആർ അമേസിങ്. എനിക്ക് പറയാൻ അറിയുന്നില്ല എന്തൊക്കെയാണ് പറയേണ്ടത്. ലിറ്ററലി ഇറ്റ് വാസ് ഓസം. ടോട്ടൽ ഒരു പാക്കേജാണ് ഈ